അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ്, ഈ പ്രൗഢമായ സദസ്സിന് അധ്യക്ഷം വഹിച്ച അബ്ദുൾ റസാഖ് ഖൗമ്പടി, ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ശംസുദ്ദീൻ ഉളിക്കൽ, എനിക്ക് മുമ്പേ സംസാരിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഹാഷിം കാക്കിയങ്ങാട്, വേദിയിലെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, ഈ പ്രൗഢമായ സദസ്സിൽ ഒത്തുചേർന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരുപാട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിലപാടുകൾ പറയുന്നതിലും ആദർശവിശുദ്ധിയിൽ കളങ്കം ചേർക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ എന്നും ഞാൻ ഇവരുടെ പരിപാടികൾ സ്നേഹപൂർവ്വം കാണാറും വീക്ഷിക്കാറുമുണ്ട്. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ കേട്ട പ്രഭാഷണം എന്നെയൊക്കെ മനസ്സിൽ വല്ലാതെ എന്നിലേക്ക് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ച ഒരു പ്രഭാഷണമായിരുന്നു. ഒരു യുവാവെന്ന നിലയിൽ, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുടുംബത്തോട് വഹിക്കേണ്ട ചില കടമകൾ നിർവഹിക്കാൻ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നെൻ്റെ മനസ്സിനോട് വല്ലാതെ ചോദിച്ച ഒരു പ്രഭാഷണമായിരുന്നു നേരത്തെ നടന്ന ആ പ്രൗഢമായ പ്രഭാഷണം. നമ്മുടെ തിരക്കിനിടയിൽ വേണ്ടപ്പെട്ടവരോട്, സ്വന്തം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് ഒരു പക്ഷേ അവർക്ക് അനുവദിക്കേണ്ട സമയം, അവരുമായി ചെലവഴിക്കേണ്ട സമയത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി, ഒരു സങ്കടമായി ഈ സദസ്സ് എന്നെ ഓർമ്മപ്പെടുത്തി എന്നത് ഞാൻ ഈ സദസ്സിന് മുമ്പിൽ വളരെ സങ്കടത്തോടെയും വളരെ പ്രതീക്ഷയോടുകൂടിയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കുണ്ടായ അനുഭവം, ഈ സദസ്സ് എന്നെ തന്നെ മാറ്റാൻ ആ പ്രഭാഷണം എനിക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിന് നൽകേണ്ട സമയം നൽകാൻ ഞാൻ മനസ്സാ വാച ഏത് വിധേനയും തയ്യാറാകുമെന്ന് എന്നെ മുമ്പ് സംസാരിച്ച ബഹുമാന്യ ശിഹാബ് ഇടക്കരയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്നെ ഓർമ്മപ്പെടുത്തിയ, എനിക്കറിയാത്തതല്ല, ഒരു പക്ഷേ എൻ്റെ സമയത്തിന് തിരക്ക് കൊണ്ട് സംഭവിച്ചു പോയതാവാം. ഞാനതിൽ കുടുംബത്തോട് ക്ഷമാപണം ചോദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ സംഗമം ഒരു വലിയ സമ്മേളനമായി മാറുകയാണ്. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനം എന്ന് നമ്മൾ പറയുന്ന യുവജന വിഭാഗത്തിൻ്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ യുവാക്കൾ ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും അറിയും. സോമങ്കളിലൊരു വരിയുണ്ട്: യുവാവേ നീ എവിടെയാണ്? റോട്ടിലില്ല, നാട്ടിലില്ല, നാലാൾ കൂടുന്നിടത്ത് നീയില്ല, മരണ വീടിലെ സങ്കടത്തിൽ നീയില്ല, കല്യാണ വീടിലെ ആഘോഷങ്ങളിൽ നീയില്ല, സമൂഹത്തിലെ ഗ്രസിക്കുന്ന ഒരു പ്രയാസങ്ങളിലും നീയില്ല. നീ എവിടെയാണ് യുവാവേ എന്ന് സോമങ്കളിയോട് നമ്മൾ ചോദിച്ചത് വെറുതെയല്ല. നമ്മുടെ ഇന്നത്തെ കാലത്തെ യുവസമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ആ വിഷയങ്ങളിൽ ഇടപെടാനോ അവനക്ക് സമയമില്ലാതെ ഏതോ ലോകത്ത്, ഏതോ നിശയുടെ ലോകത്തേക്ക് അവൻ മാറിപ്പോയ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. വിദ്യാർത്ഥി സമൂഹമായാലും യുവജന സമൂഹമായാലും അവർക്കിടയിൽ വന്നുപെട്ടിട്ടുള്ള വല്ലാത്തൊരു വിപത്ത് നമുക്കറിയാം. വല്ലാത്ത രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വിപത്താണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കാണുകയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇതിനെതിരെ ശബ്ദിക്കുകയാണ്. എല്ലാ സംഘടനകളും പറയുകയാണ് ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഒരു നിലക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളടുത്ത് കണ്ടതല്ലേ, പ്രിയപ്പെട്ട തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി സ്വന്തം മാതാവിനെയും കുടുംബത്തിൽ 5 പേരെയും അടിച്ചു കൊന്നത് നമ്മൾ കണ്ടതല്ലേ. കൂടെ പഠിക്കുന്ന ഷഹബാസ് എന്ന് പറയുന്ന സഹോദരനെ, സ്വന്തം സഹപാഠിയെ, ഒന്നിരിച്ചിരുന്ന് പഠിക്കുന്ന കുട്ടിയെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന 10ാം ക്ലാസ്സുകാരനെ സ്വന്തം കൂട്ടുകാരാൽ ആക്രമിച്ച് കൊലപ്പെടുത്തി നമ്മൾ കണ്ടതല്ലേ. ഈ കേരളത്തിലെ, ഈ നമ്മുടെ നാട്ടിലെ, ഈ ഓരോ പ്രദേശത്തും നടക്കുന്ന ഇത്തരം ഭയാനകമായ സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ പോക്ക് എങ്ങോട്ടേക്കാണ്? ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകി
അവനെ കേൾക്കാനും അവനെ അറിയാനും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളും നാളെ ഇതുപോലെ ഏതെങ്കിലും ഒരു കെണിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രതയോടെ നിൽക്കേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ പ്രശുദ്ധമായ ഖുർആനിക വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമയത്ത് അത് പറയേണ്ട ആളല്ല. നമ്മുടെ സമൂഹത്തിൽ ഈ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഈ വിപത്തുകൾക്കെതിരെ, ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ നാടിനെ ഈ തിന്നുകൊണ്ടിരിക്കുന്ന, കാർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ശക്തികളെ, ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുന്നവരെ, അവരെ കൂട്ടുകെട്ടുകളെ, അവരെ യാത്രകളെ, അവരെ സഞ്ചാരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ആരുടെ കൂടെയാണ് എൻ്റെ മകൻ പോകുന്നത്? ഏത് കൂട്ടിലാണ് എൻ്റെ മകനുള്ളത്? അവൻ്റെ കൂട്ടുകെട്ട് ഏത് ഭാഗത്താണ്? അവൻ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? അവൻ്റെ യാത്ര എവിടെയാണ്? അവൻ്റെ സഞ്ചാരപഥം എന്താണ്? അവൻ്റെ വായന എന്താണ്? അവൻ്റെ ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു മാതാവ്, പിതാവ് സാധിച്ചില്ല എങ്കിൽ അവൻ നാളെ സങ്കടത്തിൻ്റെ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, മക്കള് നമുക്കെല്ലാവർക്കും കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും നമ്മളെ മക്കള് വലുതാണ്. അവർ മാത്രമാണ്, അവർക്ക് വേണ്ടിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. മണനാരുണ്യത്തിൽ ജോലി ചെയ്യുന്നവർ, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയാത്തവർ, പകലന്തിയോളം കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നാടിൽ നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ആ മക്കളെ നേർവഴിയിലേക്ക് സഞ്ചരിപ്പിക്കാൻ, ആ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളാണ് ഏറ്റവും വലിയ പരാജിതരിൽ പെടാൻ പോകുന്നതെന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത്തരം കോൺഫറൻസുകൾ, ഇത്തരം വേദികൾ നമ്മളെ തിരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രൗഢമായ സദസ്സ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പരിപാടി കഴിയുന്നത് വരെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരക്കറിയാം. ഈ സമയം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് ഒരുപാട് ചർച്ചകളും ഒരുപാട് തിരക്കുകൾ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ അതേസമയം നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടവും കൂടി പങ്കുവെച്ച് ഈ മഹത്തായ പരിപാടിക്ക് എനിക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന്, എനിക്കിതിൽ അവസരം തന്നതിന്, നിങ്ങളൊക്കെ കാണാനും നിങ്ങളൊക്കെ കൂടെ ഇരിക്കാനും സാധിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.